ഹായ് ബഡീസ്, നമുക്കിതൊന്ന് അപ്സൈക്കിൾ ചെയ്താലോ? ഇതെൻ്റെ ഒരു പഴയ ജീനാണ്. നമുക്കിത് വെച്ചിട്ടൊരു ഹാൻഡ് ബാഗ് തയ്ക്കാം. അപ്പോൾ കമോൺ ഫോളോ മീ. സിപ്പറിൻ്റെ രണ്ട് സൈഡും ഞാൻ ജീൻസ് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ, ചെറിയൊരു ജീൻ ക്ലോത്ത് എക്സ്ട്രാ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് സൈഡും നല്ല വൃത്തിക്ക് തയ്ച്ച് കഴിഞ്ഞാൽ സിപ്പർ നൂലി കുടുങ്ങില്ല. നൂലി കുടുങ്ങി കഴിഞ്ഞാൽ ഈ ബാഗ് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ റെക്സിൻ തുണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിപ്പിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ നൂല് പെടാത്ത വിധത്തിൽ ഈ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഫ്രണ്ടിൽ ഈ ജീൻ ക്ലോത്ത് ഈ രീതിയിലാണ് തുന്നി പിടിപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ നൂല് എക്സ്ട്രാ എടുത്ത് കളയുമ്പം നല്ലൊരു ലുക്കാണ് ഇതിന് വരുന്നത്. ഇത് ഞാനിവിടെ ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഈ നൂലൊക്കെ കളയുന്നത് കേട്ടോ. ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ആരേ ആരെ നീ ആരാരോ, പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്, ആട് ആട് നീ ആടാട്, നാടാട് നീയില്ലെങ്കിൽ ഇന്ന് ജന്മം മിന്നൽ കതിരുകളായി. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതൊന്ന് മാറിക്കഴിയുമ്പം ഇതിലും നല്ല രീതിയിൽ പാടാട്ടോ. പിന്നെ ഏതെങ്കിലും പാട്ട് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും സജസ്റ്റ് ചെയ്തോളൂ കമൻറ്റിൽ. അപ്പം നമ്മൾ എവിടെ എത്തി? അങ്ങനെ ഈ സിപ്പറിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ജീനിൻ്റെ സിക്സാക് സ്റ്റിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ജീനിൻ്റെ ഫ്രണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കൊരു സ്മോൾ പൗച്ച് തയ്ച്ചെടുക്കാം, ചില്ലറയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ആട് ആട് നീ ആടാട്. ഞാനിവിടെ രണ്ട് ജീൻസിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ സിക്സാക് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബാഗിനോട് ചെയിൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എക്സ്ട്രാ നൂല് ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല ലുക്കില്ലേ ഇതിനെ കാണാൻ? അപ്പം ഇതുപോലെ അപ്സൈക്ലിംഗ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിന്നോളൂ കേട്ടോ. ഹാൻഡ് ബാഗിൻ്റെ ഉൾവശം ഞാനിങ്ങനെ സിക്സാക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇത് ഇൻസൈഡ് ഔട്ട് ആക്കാം. അതിനു മുമ്പ് ആ ലെഫ്റ്റ് ഓവർ പീസസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇൻസൈഡ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്ത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കാണ് എന്നെ അടുത്ത വീഡിയോയിൽ ഇനി ഉഷാറായിട്ട് ഓരോ ക്രാഫ്റ്റ് ചെയ്യിക്കാൻ തോന്നിപ്പിക്കണത്. അപ്പോൾ ബാക്ക് ടു ദി വീഡിയോ. അങ്ങനെ ഫൈനലി ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, സൈഡ് പൗച്ച് നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്.
ഞാൻ നേരത്തെ തിൻ സ്ട്രിപ്സ് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കണ്ടോ? ഈ ബാഗിൻ്റെ 2 സൈഡും ഞാൻ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ബെൽറ്റിൽ ഘടിപ്പിച്ചെടുക്കുക. എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബാഗിൻ്റെ ബെൽറ്റാണ് കേട്ടോ. എന്തായാലും ഇതിന് നല്ല മാച്ചായിട്ടുണ്ട്. പിന്നെ ബാഗിൻ്റെ ആക്സസറീസ് നമുക്ക് മീഷോന്ന് വേണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മേടിക്കാവുന്നേ ഉള്ളൂ, വലിയ വിലയൊന്നുമില്ല. അങ്ങനെ ഫൈനലി ഇത് അറ്റാച്ച് ചെയ്തപ്പം കണ്ടോ, ബാഗിൻ്റെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറി. നല്ല രസമില്ലേ ഇപ്പോൾ കാണാൻ? ഈ ബാഗിനെ കുറച്ചും കൂടി ബ്യൂട്ടിഫൈ ചെയ്യണമെന്ന് ഒരു തോന്നൽ വന്നു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പെട്ടെന്ന് മനസ്സിൽ സ്ട്രക്ക് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഒരു മിനി കാർട്ടൂൺ പിക്ചർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഇളയ കാന്താരിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വരയ്ക്കണത്. അപ്പം നമുക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് തുടങ്ങിയാലോ? അപ്പം റെഡി സ്റ്റഡി ഗോ. ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ കുറേ ഐഡിയാസ് കിട്ടുമ്പം നല്ല ടെൻഷനാണ് കേട്ടോ. മനസ്സിൽ മൊത്തം തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്ലോപ്പാവും, ഈശ്വര ഇത് കൊളാവോ, ഇത്രയും ഇതുവരെ നല്ലതായിട്ട് ചെയ്തിട്ട് അവസാനം ഫ്ലോപ്പാകുമോ, എന്നാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനും തോന്നുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. മനസ്സിൽ നല്ലപോലെ ടെൻഷനുണ്ട്. പക്ഷേ ഇത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല. ഇറ്റ് വിൽ ബി എ നോർമൽ ബാഗ്. ബട്ട് ഇഫ് ഐ ഇംപ്ലിമെൻറ്റ് ഇറ്റ്, മേ ബി അതൊരു ഭയങ്കര അടിപൊളി ഒരു ബാഗായി പോയാലോ? അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലേ? പക്ഷേ ഈ ഒരു പോസിബിലിറ്റിയിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ നമ്മളെ തന്നെ അത്യാവശ്യം മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ സെൽഫായിട്ട് തന്നെ നല്ലൊരു ഫൈറ്റ് നടക്കണം, എന്നാലാണ് അത് ശരിയാവുള്ളൂ. അങ്ങനെ ഓവർ ടെൻഷൻ കാരണം ഞാൻ ക്യാമറ മാറ്റി വെച്ചിട്ടാണ് ഇത് മൊത്തം പെയിൻറ്റ് ചെയ്തത്. എനിവേയ്സ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ മേഘവും പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ പേരും ഈ ലവൊക്കെ എക്സ്ട്രാ ആണ് കേട്ടോ. അതുപോലെ സ്മോൾ പൗച്ചിന് വേണ്ടി മനസ്സിൽ തോന്നിയൊരു ഡ്രോയിങ് ആണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ മൂത്ത മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല രീതിയിൽ വന്നിട്ടില്ലേ? ഇനി ഹെയറിലൊരു ക്ലിപ്പ് പോലെ, അതിന് വേണ്ടി എൻ്റെ കയ്യിൽ പൊട്ടിയ ബാങ്കിൾ ഉണ്ടായിരുന്നു. അതിലെ സ്റ്റോണാണ് ഞാൻ ഇവിടെ ഹെയറിൽ ഒട്ടിക്കാൻ പോണത്. ഓഹോ ചിഗരി ചിഗരി ചിഗരി. അങ്ങനെ ഫൈനലി ബാഗ് റെഡിയായി. ഒത്തിരി ഭംഗിയില്ലേ കാണാൻ? ഈ ബാഗിനൊരു സ്റ്റോറിയും കൂടി കൊടുത്തപ്പോഴാണ് ഇത് ഇത്രയും ഭംഗിയിൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ട് വണ്ടർ അടിച്ചിരിക്കുകയാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കരുതിയിരുന്ന ഒരു സാധനം കൊണ്ടാണ് ഞാൻ ഇത്ര ഒരു അമേസിങ് ബാഗ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ ക്രാഫ്റ്റ്സ് ചെയ്യുവാണെങ്കിൽ അതെനിക്ക് ഒത്തിരി ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അടുത്തൊരു അമേസിങ് അപ്സൈക്ലിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു സൂൺ.